ശശി തരൂർ വിവാദത്തിൽ മറുപടി പറയേണ്ടത് കോൺഗ്രസ് ദേശീയ നേതൃത്വമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തരൂർ വർക്കിംഗ് കമ്മിറ്റി അംഗമാണെന്നും തരൂർ വിവാദം സംസ്ഥാന രാഷ്ട്രീയത്തെ ബാധിക്കില്ലെന്നും സതീശൻ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി ആണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത്. ദേശീയ തലത്തിൽ ശശി തരൂർ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ താഴെ നിൽക്കുന്ന ആളുകളാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന് വെച്ചാൽ വലിയ പദവിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കമൻറ്റ് പറയാനുള്ള ആളുകളല്ല ഞങ്ങളാരും. അത് കേന്ദ്ര നേതൃത്വം അതിനകത്ത് അഭിപ്രായം പറയും. ആ അഭിപ്രായം എന്തായാലും അത് തന്നെ ആയിരിക്കും ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങൾക്ക് എല്ലാവരും അല്ല, കേരള രാഷ്ട്രീയത്തിലെ നിലപാടൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. എങ്ങനെ പ്രതിഫലിച്ചാലും അതൊക്കെ ഞങ്ങൾ നേരിട്ടോളാം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിയോഫിൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. തിയോഫിൻ, ഏതായാലും വല്ലാത്ത വെട്ടിലായതിനു ശേഷമാണ് വി.ഡി. സതീശൻ്റെ പ്രതികരണം വരുന്നത്. ഏതായാലും കേന്ദ്ര നേതൃത്വം പറയുന്നതിനാണ് ഞങ്ങളുടെ നിലപാട്. കേന്ദ്ര നേതൃത്വം പറയുന്നതിന് മുമ്പ് തന്നെ KPCC ഇന്നലെ എടുത്ത നിലപാട് കേരളം കണ്ടതാണ്. വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ കേരളത്തിലെ KPCC നേതൃത്വം തരൂരിനെ അഭിനന്ദിച്ചു കൊണ്ടിറക്കിയ പ്രസ്താവനകളും കേരളം കണ്ടതാണ്. അതിനുശേഷമാണ് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയരുന്നു. തരൂർ സംഘത്തിൽ ഉണ്ടായിരുന്നില്ല, അത് ജയറാം രമേശ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങളുടെ ഭാഗമായി വീണ്ടും തരൂരിനെ ഉൾപ്പെടുത്തേണ്ടി വരുമ്പോൾ നിലപാട് മാറ്റിയ KPCC. വി.ഡി. സതീശൻ്റെ വാക്കുകളിൽ നിന്ന് ആ ഒരു തരം പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ തരത്തിലുള്ള അസ്വാരസ്യം, അതൃപ്തി തരൂരിനോടുണ്ട് എന്ന് തന്നെയാണ്. സിജു, തീർച്ചയായും അതായത് കേരളത്തിലെ നേതൃത്വത്തിന് ശശി തരൂരിനോട് അതൃപ്തി ഉണ്ടെങ്കിൽ കൂടി ശശി തരൂരിൻ്റെ പേരിൽ അല്ലെങ്കിൽ ശശി തരൂരിനുള്ള ജനസ്വീകാര്യത വലിയ വിഷയമാണ്. അതിനൊരു ഭയവും അവർക്കുണ്ട്. അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ശശി തരൂരിനെ എതിർത്തുകൊണ്ട് തങ്ങളായി കുഴിയിൽ വീഴേണ്ട എന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ സ്വീകരിച്ചത്. എന്തായാലും വളരെ തന്ത്രപൂർവ്വം തന്നെ വി.ഡി. സതീശൻ ഇന്ന് ഈ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ്. കാരണം ആ 4 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയത് ദേശീയ നേതൃത്വമാണ്. തന്നെയുമല്ല, അതുമായി ബന്ധപ്പെട്ട ശശി തരൂർ ഈ സംഘത്തിലേക്ക് ഒപ്പം പോകുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ദേശീയ നേതൃത്വമായതിനാൽ തന്നെ അവർ മറുപടി പറയട്ടെ എന്ന നിലപാടിലേക്കാണ്. എന്തായാലും തങ്ങൾ ശശി തരൂരിന് എതിരാണ് എന്നിനി പ്രത്യക്ഷത്തിൽ ആരും അറിയേണ്ടതില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് വേണ്ട എന്ന രീതിയിലായിരിക്കണം ഒരുപക്ഷേ ഈ ഒരു പ്രതികരണം ഉണ്ടായത്. എന്തായാലും ഇനി വെട്ടിലാവാനില്ല എന്ന തന്ത്രപരമായ ഒരു നീക്കമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതൃത്വം ശശി തരൂരിന് എതിരാണ് എന്നത് ആരും അറിയേണ്ടതില്ല എന്ന ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു തന്ത്രം, അതിൻ്റെ ഭാഗമായിരിക്കണം ഇന്നത്തെ മറുപടി എന്നാണ് നമുക്ക് കരുതേണ്ടത്. സിജു.